നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം. സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. പോലീസിലെ ക്രിമിനലുകളെ പിരിച്ചുവിടണമെന്ന് ആവശ്യം. ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമെന്ന് നേതാക്കൾ. കൊരട്ടിയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ മകൻ അച്ഛനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് അറ്റമ്പാടം എലിസബത്ത് നഗറിൽ കരിയാട്ടി ജോയ്. മകൻ ക്രിസ്റ്റി അറസ്റ്റിൽ. ഷൊർണൂർ കുളപ്പള്ളി റോഡ് തകർച്ച. കോൺഗ്രസ് പ്രവർത്തകർ ഷൊർണൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. പാതയുടെ തകർച്ചയ്ക്കും പൊടിശല്യത്തിനും ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യം. സമരം അവസാനിപ്പിച്ചത് വ്യാഴാഴ്ച പ്രവൃത്തി ആരംഭിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ ഉറപ്പിനെ തുടർന്ന്. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ നടത്തുന്ന ജനകീയ പ്രതിഷേധ സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കുന്നംകുളത്ത് നടന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സുജിത്തിനെ മർദ്ദിച്ച 5 അംഗ പോലീസ് സംഘത്തിലെ SI നൂഹ്മാനെ അൺമാൻ എന്നാണ് വിളിക്കേണ്ടതെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. സുജിത്തിനെ മർദ്ദിച്ച 5 പോലീസുകാരെയും സർവീസിൽ നിന്ന് പുറത്താക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുക അവരെ പിരിച്ചുവിടുക എന്ന നടപടിയാകുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ആദ്യം കേരള സർക്കാർ, പുതിയ സർക്കാർ തീരുമാനിക്കുന്ന ആദ്യത്തെ തീരുമാനം സുജിത്തിനെ ആക്രമിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നതായിരിക്കും. അതിന് ഞങ്ങൾക്ക് അവസരം തരണോ? മുഖ്യമന്ത്രി ആലോചിക്കില്ല. നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ ഞാൻ സ്ഥിതിക്ക് സംസാരിക്കുകയായിരുന്നു. നിയമസഭയിലും ഈ വിഷയം ഗൗരവത്തിൽ കൊണ്ടുവരും. 15-ാം തീയതി കേരള നിയമസഭ ചേരുകയാണ്. മുഖ്യമന്ത്രി ഇപ്പം തടി രക്ഷിക്കാൻ വേണ്ടിയാണ് സസ്പെൻഷൻ ശിക്ഷയല്ല. സസ്പെൻഡ് ചെയ്യുന്നപ്പോഴാണ് ഒരു അന്വേഷണത്തിനാണ് സസ്പെൻഷൻ. ഇവിടെ അന്വേഷണം നടന്നു കഴിഞ്ഞു. അന്വേഷണ സമയത്ത് അവരെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയുള്ള സസ്പെൻഷൻ ആണെങ്കിൽ അന്വേഷണം നടന്നു കഴിഞ്ഞു, അന്വേഷണ റിപ്പോർട്ടുണ്ട്. അപ്പൊ ചെയ്യേണ്ടത് എന്താണ്? മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? സംസ്ഥാന വ്യാപകമായി എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിലും കോൺഗ്രസ് പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ അകാരണമായി മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് ഷൊർണൂരിൽ കോൺഗ്രസിന്റെ ജനകീയ പ്രതിഷേധ സദസ്സ് DCC വൈസ് പ്രസിഡന്റ് TH ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ പേര് മാറ്റണം. ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് ഇടിമൈത്രി പോലീസായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഒരു പരാതിക്കാരൻ ചെന്നു കഴിഞ്ഞാൽ ആ പരാതിക്കാരൻ ഒരു ആവലാതി പോലീസിനെ ബോധ്യപ്പെടുത്താൽ അത് കേൾക്കാനുള്ള സമയം, അത് കേൾക്കാനുള്ള മനസ്സ് ഇന്ന് കേരളത്തിലെ പോലീസിന് ഇല്ലാതെയായി മാറിയിരിക്കുകയാണ്. എന്താണ് സുജിത്ത് ചെയ്ത തെറ്റ്? സുജിത്ത് എന്ന ചെറുപ്പക്കാരൻ വളരെ നല്ല രീതിയിൽ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനാ. ഞാനുമായൊക്കെ കുറെ കാലങ്ങളായി ബന്ധം നിൽക്കുന്ന ആളുകളാണ്. യൂത്ത് കോൺഗ്രസിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്ന OJ ജനീഷിന്റെ കൂടെ എല്ലാ സമരമുഖങ്ങളിലേക്കും ശക്തമായി നിൽക്കുന്ന ചെറുപ്പക്കാരനാണ്. ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ജനകീയ പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ K കൃഷ്ണകുമാർ, VKP വിജയനുണ്ണി, VK ശ്രീകൃഷ്ണൻ, TY ഷിഹാബുദ്ദീൻ, വിജയ് പ്രകാശ് ശങ്കർ, ദാസ് ശങ്കർ, കൃഷ്ണദാസ്, പ്രവീൺ, ശ്രീകലാരാജൻ, ശാന്ത, ഷീജ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പോലീസിന്റെ ലോക്കപ്പ് മർദ്ദനങ്ങൾക്കും രാഷ്ട്രീയ പക്ഷപാതത്തിനും അതിക്രമങ്ങൾക്കുമെതിരെ ശക്തമായ താക്കീത് നൽകി തരൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടായി പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ ധർണ DC സെക്രട്ടറി അഡ്വക്കേറ്റ് തോലനൂർ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. തോന്നിയവൻ വഴി കൂടെ പോണവനൊക്കെ വന്ന് തല്ലുന്നൊരു ഏർപ്പാടുണ്ടാക്കുന്നു. അടിച്ച് ചെവി കുറ്റിപൊട്ടി കാഴ്ച കുറവ് സംഭവിച്ചിരിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ നീണ്ട പോരാട്ടത്തിനൊടുവിൽ, അല്ലാണ്ട് ഇന്നലെ തുടങ്ങിയതല്ല, വിവരാശ നിയമം കൊണ്ടുവന്നത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ. ആ വിവരാശ നിയമപ്രകാരം ആ സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് എന്താണ് എന്ന് വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഈ വിവരാശ നിയമം എന്നുള്ള വസ്തു ഇവിടെ കൊണ്ടുവന്നത്. പ്രതിഷേധ ധർണ DCC സെക്രട്ടറി അഡ്വക്കേറ്റ് തോലന്നൂർ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് P ബാലൻ, പെരിങ്ങോട്ടുകുറിശി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് ചൂലന്നൂർ, കോൺഗ്രസ് നേതാക്കളായ K സോമകുമാരൻ, സുരേന്ദ്രൻ തരൂർ, PP സുധ എന്നിവർ സംസാരിച്ചു.
NK ശശിധരൻ, AR ശാന്തകുമാർ, PR രമേശ്, A സുലൈമാൻ, MK സുരേഷ് എന്നിവർ നേതൃത്വം നൽകി. കുത്തന്നൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഹരിദാസൻ സ്വാഗതവും കുത്തന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT സഹദേവൻ നന്ദിയും പറഞ്ഞു. കോട്ടായി ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രതിഷേധ മാർച്ച് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസിന്റെ മൃഗീയതയ്ക്കെതിരെ വളത്തോൾ നഗർ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. KPC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. സസ്പെൻഷൻ നൽകിയാലൊന്നും ഞങ്ങൾ അടങ്ങില്ല. സസ്പെൻഷൻ നൽകി ഇവനെയൊക്കെ സംരക്ഷിക്കാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ, പിണറായി വിജയൻ അങ്ങനെ കരുതിയിട്ടുണ്ടെങ്കിൽ ഒരു സസ്പെൻഷൻ കൊണ്ട് പിന്മാറുമെന്ന് മിസ്റ്റർ പിണറായി വിജയൻ താങ്കൾ കരുതേണ്ട. അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് ഈ തെരുവിലൂടെ നടത്തിക്കുന്നത് വരെ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ പ്രസാദ് ആറ്റൂർ, നാരായണൻകുട്ടി, OU ബഷീർ, മഹേഷ് വെളുത്തിടത്ത്, മുസ്തഫ വരവൂർ, പ്രേമൻ ദേശമംഗലം, മുസ്തഫ തലശ്ശേരി, തമ്പിവടി തുടങ്ങിയ നിരവധി നേതാക്കൾ സംസാരിച്ചു. വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് AM മുഹമ്മദ് ഇക്ബാൽ സ്വാഗതവും മായ ഉദയൻ നന്ദിയും പറഞ്ഞു. നിരവധി പോലീസുകാർ സ്റ്റേഷനു മുന്നിൽ തമ്പടിച്ചു നിന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളത്ത് നടന്ന കോൺഗ്രസ് പ്രതിഷേധ സദസ്സിനിടെ സുജിത്തിന് തൻ്റെ കഴുത്തിലെ സ്വർണ്ണമാല ഊരി നൽകി തൃശൂർ DCC പ്രസിഡന്റ്. 15-ന് വിവാഹിതനാകുന്ന സുജിത്തിന് തൻ്റെ 2 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ വേദിയിൽ വെച്ച് സമ്മാനിച്ചത്. പ്രസംഗത്തിനിടെ TN പ്രതാപൻ ഇക്കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ വേദിയിലിരുന്ന ജോസഫ് ടാജറ്റ് എഴുന്നേറ്റ് വേദിയിൽ തന്നെ ഉണ്ടായിരുന്ന സുജിത്തിൻ്റെ കഴുത്തിൽ മാലയിടുകയായിരുന്നു. വൻ കയ്യടിയോടെയാണ് വേദിയിലുള്ളവരും സദസ്സിലുള്ളവരും ഇക്കാര്യം സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയ KC വേണുഗോപാൽ സുജിത്തിന് സ്വർണ്ണമോതിരം സമ്മാനമായി നൽകിയിരുന്നു. നിയമപോരാട്ടത്തിന് സുജിത്തിനൊപ്പം നിന്ന വർഗീസ് ചൊവ്വന്നൂരിന് DCC എക്സിക്യൂട്ടീവ് സ്ഥാനം കൂടി നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് യോഗത്തിൽ നടത്തി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാരനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് മണ്ണൂർ മങ്കര പറളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലും പ്രതിഷേധം. ആവശ്യങ്ങളുന്നയിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മംഗല പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മണ്ണൂർ മങ്കര പറളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രവർത്തകർ മങ്കര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. സ്റ്റേഷന് സമീപം 100 മീറ്റർ അകലെ വെച്ച് CI A പ്രതാപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ ഉന്തുതള്ളുമുണ്ടായി. നേതാക്കൾ ഇടപെട്ട് പരിഹരിക്കുകയായിരുന്നു. DCC അംഗം P സ്വാമിനാഥൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ഗതികേടിലുള്ള ഒരുപാട് പോലീസുകാരുണ്ട്. അപ്പം എന്നോട് എൻ്റെ ഈ അടുത്ത ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞു, പണ്ടൊക്കെ രാഷ്ട്രീയക്കാരെടുത്ത് പോയിരുന്നു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലീസിനുമായിട്ട് ബന്ധപ്പെടാൻ. ഇന്ന് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. മന്ത്രി 10 ലക്ഷം അത്ര മാസപ്പടി കൊടുക്കുന്നത്. ഒരു മാഫിയ. അയാൾ പറഞ്ഞതാണ് ആ പ്രദേശത്ത് നടക്കുള്ളൂ, ആ ജില്ലയിലെ പോലീസ് നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചില മാഫിയകളുടെ കീഴിലാണ് കേരള പോലീസിനെ സംബന്ധിച്ച് നമ്മൾ എത്ര അഭിമാന പുരസ്സരം സംസാരിച്ചിരുന്ന ആളുകളാണ്. സ്കോട്ട്ലാൻഡ് യാർഡിനെ വെല്ലുന്ന തരത്തിലുള്ള അന്വേഷണ മികവുള്ള പോലീസ്. മങ്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് N അച്യുതൻകുട്ടി അധ്യക്ഷനായി. പറളി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ, ജിത്തു, ഷംസുദ്ദീൻ ശങ്കര, സുഭാഷ്, അബ്ദുള്ള,
സുബൈർ കല്ലൂർ, ഹക്കീം പർലി, VM അബൂബക്കർ, സുമംഗല, സുഭദ്ര തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PK അശ്വജിത്ത് സ്വാഗതവും പർലി മണ്ഡലം പ്രസിഡന്റ് ഗുരുവായൂരപ്പൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാവോയിസ്റ്റുകളുടെ പേരിൽ കത്ത്. കസ്റ്റഡി മരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പണി തീർക്കും എന്ന മുന്നറിയിപ്പ് നൽകുന്ന കത്താണ് സ്റ്റേഷനിൽ ലഭിച്ചത്. രാധാകൃഷ്ണൻ എന്ന ആളാണ് കത്ത് എഴുതിയതെന്ന് പോലീസ് വ്യക്തമാക്കി. എന്നാൽ മാവോയിസ്റ്റ് സംഘടനയുമായി ഇയാൾക്ക് ബന്ധമില്ലെന്നും ഭീഷണിക്കത്തുമായി ബന്ധപ്പെട്ട കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. അതേസമയം കത്തയച്ച ആൾക്ക് മാനസിക പ്രശ്നമുള്ളതായി സംശയമുണ്ടെന്നും മുമ്പും സമാനമായ രീതിയിൽ കത്തുകൾ അയച്ചിട്ടുള്ള ആളാണെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുളപ്പള്ളി ഷൊർണൂർ പാതയുടെ ശോചനീയാവസ്ഥയിലും പൊടിശല്യം ഉടൻ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉപരോധിച്ചു. ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രതിഷേധം. വ്യാഴാഴ്ച വൈകിട്ടോടെ പ്രവൃത്തികൾ ആരംഭിക്കാമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. കുളപ്പള്ളി ഷൊർണൂർ പാതയെ ചൊല്ലി പ്രതിഷേധങ്ങൾ അവസാനിക്കുന്നില്ല. വിട്ടൊഴിയാതെ വീണ്ടും പ്രതിഷേധമായിരുന്നു. കുളപ്പള്ളി ഷൊർണൂർ പാതയിലെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കുക, നിലവിലെ പൊടിശല്യത്തിന് ഉടൻ പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഷൊർണൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നേതാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് കോൺഗ്രസ് നേതാക്കൾ ഷൊർണൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഓഫീസിലെത്തി ഉപരോധിച്ച് പ്രതിഷേധം അറിയിച്ചു. നേരത്തെ പലതവണ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നപ്പോൾ ഷൊർണൂർ MLA പാതയുടെ അറ്റകുറ്റപ്പണികൾക്കായി 25 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓണത്തിനു മുൻപ് അധികൃതർ കുഴികളടയ്ക്കുന്ന പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പാതയിലെ അറ്റകുറ്റപ്പണികൾ ഓണത്തിനു മുൻപ് തന്നെ ചെയ്തു തീർക്കുമെന്ന് PWD അധികൃതർ നേരത്തെ അറിയിക്കുകയും എന്നാൽ ഓണം കഴിഞ്ഞിട്ടും പ്രവൃത്തികൾ വീണ്ടും ആരംഭിക്കാത്തതിനെതിരെയാണ് കോൺഗ്രസ് നേതാക്കൾ വീണ്ടും പ്രതിഷേധം അറിയിച്ചത്. പാതയിലെ പല ഭാഗങ്ങളിലും നിലവിൽ പൊടിശല്യം രൂക്ഷമായിരിക്കുകയാണ്. ഇതേ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുകയാണ്. വിദ്യാർത്ഥികൾ, കാൽനടയാത്രക്കാർ, മറ്റു വാഹനയാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ പൊടിശല്യം മൂലം ഏറെ പ്രയാസത്തിലാണ്. ഇതിനൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് നേതാക്കൾ വീണ്ടും പ്രതിഷേധം അറിയിച്ചത്. ഓണത്തിന് മുമ്പ് ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നാണ്. ഓണം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച പിന്നിട്ടിട്ടും ഈ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. റോഡിലൂടെ പൊടി പാറിക്കൊണ്ട് വിദ്യാർത്ഥികൾക്കും കാൽനട യാത്രക്കാർക്കും ബൈക്കുകാർക്കും ആ പരിസരത്തുള്ള കടക്കാർക്കും തുറക്കാൻ പറ്റാത്തൊരു സാഹചര്യം, വഴി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം, യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ സാഹചര്യം കണക്കിലെടുത്ത് ഞങ്ങൾ ഇന്നിവിടെ ഉദ്യോഗസ്ഥന്മാരെ ഈ കാര്യം ധരിപ്പിച്ചു. ഞങ്ങളൊരു പ്രക്ഷോഭത്തിലേക്ക് കടന്നില്ല. ബഹുമാനപ്പെട്ട PWD റോഡ്സ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഞങ്ങൾക്ക് വാക്ക് തന്നു. വ്യാഴാഴ്ച വൈകിട്ടോടെ പ്രവൃത്തികൾ ആരംഭിക്കാമെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഉപരോധം അവസാനിപ്പിച്ചത്. അതേസമയം പ്രവൃത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ കൂടുതൽ സമരപരിപാടികളിലേക്ക് കടക്കും. TK ബഷീർ, K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ, TH ഫിറോസ് ബാബു, TY ഷിഹാബുദ്ദീൻ, വിജയ് പ്രകാശ് ശങ്കർ, ശിവപ്രകാശൻ, VKP വിജയനുണ്ണി തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ കൊരട്ടിയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് മകൻ അച്ഛനെ കുത്തിക്കൊന്നു. ആറ്റമ്പാടം എലിസബത്ത് നഗറിൽ കരിയാട്ടി ജോയ് എന്ന 57 വയസ്സുകാരനാണ് കുത്തേറ്റ് മരിച്ചത്. മകൻ ക്രിസ്റ്റിയെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ രാത്രി 11 മണിയോടെയാണ് സംഭവം. വീട്ടിൽ അച്ഛനും മകനും മാത്രമാണ് താമസം. മദ്യപിക്കുന്നതിനിടയിൽ ഇവർ തമ്മിൽ തർക്കമുണ്ടാവുകയും മർദ്ദനത്തിൽ ജോയുടെ കഴുത്തിൽ മകൻ ക്രിസ്റ്റി കുത്തുകയുമായിരുന്നു. തുടർന്ന് ക്രിസ്റ്റി തന്നെയാണ് സംഭവം കൊരട്ടി പോലീസിനെ അറിയിച്ചത്. പോലീസ് സ്ഥലത്തെത്തുന്നതിന് മുമ്പ് തന്നെ ജോയ് മരണപ്പെടുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച മങ്കര കാളിക്കാവ് ശ്മശാനം റോഡ് തുറന്നുകൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ റോഡ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഈ മങ്കര പഞ്ചായത്തിലേക്ക് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പശ്ചാത്തല മേഖലയ്ക്ക് നൽകിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ 10 ലക്ഷം രൂപ ഇവിടെ പറഞ്ഞതുപോലെ ഈ ശ്മശാനം റോഡിലേക്ക് നീക്കി വയ്ക്കുകയും അതിൻ്റെ മുൻ വർഷത്തിൽ അനുവദിച്ച ഒരു 5 ലക്ഷം, അങ്ങനെ 15 ലക്ഷം രൂപയാണ് ഈ റോഡിലേക്ക് നീക്കി വെച്ചത്. അതിന് പുറമെ ഒരു 10 ലക്ഷം
ഇലക്ട്രിസിറ്റി ലൈൻ നീട്ടുന്നതിന് വേണ്ടിയും കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ജിത്തു അധ്യക്ഷത വഹിച്ചു. മങ്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV രാമചന്ദ്രൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A മല്ലിക, പഞ്ചായത്ത് അംഗങ്ങളായ അനിത, P പാഞ്ചാലി, MV രമേശ്, KL ചന്ദ്രിക, KB വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. ഇതോടെ കാലങ്ങളായുള്ള ജനകീയ ആവശ്യമാണ് പൂർത്തീകരിച്ചത്. ചളിയിലൂടെ ദുരിതം പേറിയായിരുന്നു മൃതശരീരം പോലും കൊണ്ടുപോയിരുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് യാക്കര സെൻറ് മേരീസ് ഓർത്തഡോക്സ് സഭയെ മഹാ ഇടവയായി ഉയർത്തി. സഭയുടെ സാമൂഹിക ഭദ്രാസന പ്രതിബദ്ധത കണക്കിലെടുത്താണ് മഹാ ഇടവയായി ഉയർത്തിയതെന്ന് ഫാദർ ബിനു ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 14-നാണ് പ്രഖ്യാപനം. ചരിത്ര രേഖകൾ പ്രകാരം 1891 മുതൽ കുടിയേറിയ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ചേർന്നാണ് യാക്കര സെൻറ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് രൂപീകരിച്ചത്. മലബാർ ഭദ്രാസനത്തിന് കീഴിലെ പ്രധാന ക്രിസ്ത്യൻ പള്ളിയായ യാക്കര ചർച്ചിനെ മഹാ ഇടവകയാക്കാനുള്ള തീരുമാനം രൂപം കൊണ്ടത് പ്രവർത്തന മൂല്യം പരിഗണിച്ചാണ്. 14-ന് മലബാർ ഭദ്രാസന മെത്രാപ്പൊലീത്ത വർഗീസ് മാർ പക്കോമിയോസ് മഹാ ഇടവകയായി പ്രഖ്യാപിക്കും. ഇതിന് മുമ്പുള്ള ദിവസങ്ങളിൽ പ്രാർത്ഥന, മുൻ വികാരികളെ ആദരിക്കൽ, തിരുനാൾ ആഘോഷം എന്നിവ നടക്കുമെന്നും ഫാദർ ബിനു ജോർജ് പറഞ്ഞു. അങ്ങനെ ജൂലൈ മാസത്തിൽ കൂടിയ പരിശുദ്ധ സുനോദോസ് ഐക്യകണ്ഠേന ജൂലൈ മാസത്തിൽ കൂടിയ സുനോദോസ് പാലക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ദേവാലയത്തെ സെന്റ് മേരീസ് ഓർത്തഡോക്സ് മഹാ ഇടവക പാലക്കാട് എന്ന് പറഞ്ഞ് ഔദ്യോഗികമായിട്ട് അതിന്റെ പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടി പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ട് ഓഗസ്റ്റ് മാസം 8-ാം തീയതി ഒരു കൽപ്പന ദേവാലയത്തിലേക്ക് അയച്ചു. അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഞാൻ ഓർപ്പിച്ചല്ലോ. 13-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് നമ്മുടെ ആരാധന തുടങ്ങുന്നത് 13-ാം തീയതി തലേദിവസം വിശുദ്ധ കുർബാന ഉള്ളതുകൊണ്ട് സന്ധ്യാപ്രാർത്ഥനയോട് ചേർന്ന് 13-ാം തീയതി വൈകിട്ട് ട്രസ്റ്റി PS സിംസൺ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളായ മാത്യൂസ് ഫിലിപ്പ്, റോഷൻ ചെറിയാൻ, രാജു മാത്യു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. BMS അമൃതാദേവി പരിസ്ഥിതി പുരസ്കാരം M ശ്യാംകുമാറിന് 1,00,000 ലക്ഷം രൂപയും ഫലകവും ഉൾപ്പെടെ പുരസ്കാരം സെപ്റ്റംബർ 12-ന് സമ്മാനിക്കുമെന്ന് BMS സംസ്ഥാന ട്രഷറർ C ബാലേന്ദ്രൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. BMSന്റെ സാമൂഹിക പാരിസ്ഥിതിക പ്രതിബദ്ധത ഉയർത്തിക്കാണിക്കുന്നതാണ് 2023 മുതൽ ഏർപ്പെടുത്തിയ അമൃതദേവി പുരസ്കാരമെന്ന് C ബാലചന്ദ്രൻ പറഞ്ഞു. 25,000 രൂപയും ഫലകവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് പുരസ്കാരത്തിനർഹനായ കരുപ്പിൻകുളങ്ങര സ്വദേശി M ശ്യാംകുമാർ. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലാണ് അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. പുരസ്കാരം സെപ്റ്റംബർ 12-ന് സമ്മാനിക്കുമെന്നും ബാലചന്ദ്രൻ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ഒരു ശില്പവും ഇതാണ് അവാർഡ് കൊടുക്കുക. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഒരു വർഷം എറണാകുളത്ത്, ഒരു വർഷം തിരുവനന്തപുരത്തും, ഇപ്പോൾ പാലക്കാട്. ഭാഗ്യവശാൽ പാലക്കാട്ടുകാരനെ സാധാരണ അവാർഡ് ജില്ലക്കാരൻ കിട്ടാറില്ല. ഭാഗ്യവശാൽ പാലക്കാട് ജില്ലക്കാരനായ ആളുകൾക്ക് തന്നെയാണ് പാലക്കാട് വെച്ച് നടക്കുമ്പോൾ അവാർഡ് നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്ററാണ് അതിന്റെ ഉദ്ഘാടനം. 12-ാം തീയതി വൈകിട്ട് 4 മണിക്ക് അശ്വതി കല്യാണ മണ്ഡപത്തിൽ വെച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്യാമ നിരവധി അവാർഡുകൾ വാങ്ങിച്ചിട്ട് അതിൽ ചിലതൊക്കെ നിങ്ങളുടെ കുറിപ്പിലുണ്ടാവും, അതല്ലാത്തതിനും ഞാൻ 1-2 കാര്യങ്ങളൊക്കെ വായിക്കാം. നിരവധി അവാർഡുകൾ വാങ്ങിച്ചിട്ടുണ്ട് അദ്ദേഹം. BMS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സലീം തെന്നിലാപുരം, സെക്രട്ടറി K രാജേഷ്, V ശിവദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം. സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. പോലീസിലെ ക്രിമിനലുകളെ പിരിച്ചുവിടണമെന്ന ആവശ്യം. ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമെന്ന് നേതാക്കൾ. കൊരട്ടിയിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കത്തിൽ മകൻ അച്ഛനെ കുത്തിക്കൊന്നു. കൊല്ലപ്പെട്ടത് അറ്റമ്പാടം എലിസബത്ത് നഗറിൽ കരിയാട്ടി ജോയ്. മകൻ ക്രിസ്റ്റി അറസ്റ്റിൽ. ഷൊർണൂർ കുളപ്പള്ളി റോഡ് തകർച്ച. കോൺഗ്രസ് പ്രവർത്തകർ ഷൊർണൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. പാതയുടെ തകർച്ചയ്ക്കും പൊടിശല്യത്തിനും ഉടൻ പരിഹാരം കാണണമെന്ന് ആവശ്യം. സമരം അവസാനിപ്പിച്ചത് വ്യാഴാഴ്ച പ്രവൃത്തി ആരംഭിക്കുമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ ഉറപ്പിനെ തുടർന്ന്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.